10 ചോദ്യങ്ങൾ പരിചയപ്പെടാം. വിഷമമുള്ളതുണ്ട്, എളുപ്പമുള്ളതുണ്ട്. നോക്കാം. ഒരു കൃഷിക്കാരന്റെ കയ്യിൽ നിന്ന് 50 കായുള്ള ഒരു നേന്ത്രക്കുല 500 രൂപയ്ക്ക് കച്ചവടക്കാരൻ വാങ്ങി. പഴത്തിന് 12 രൂപ വെച്ച് വിറ്റാൽ കച്ചവടക്കാരന് ലഭിച്ച ലാഭം എത്ര? ഇത് വളരെ സിമ്പിളാണ്. പിന്നെ വാങ്ങിയത് എത്രയാ? 50 കായുള്ള ഒരു നേന്ത്രക്കുല 500 രൂപക്കാണ് വാങ്ങിയത്. അപ്പൊ വാങ്ങിയ വില 500. എന്ത് സംഭവിച്ചു? അയാൾ വിറ്റു. ഒരു പഴത്തിന് 12. എത്ര പഴമുള്ളത്? 50. അപ്പൊ അയാൾ എത്ര രൂപയ്ക്കാണ് വിറ്റിട്ടുണ്ടാവുക? 50 കുടിക്കുന്ന 12 600 രൂപക്ക് വിറ്റു. 500 രൂപക്ക് വാങ്ങി 600 രൂപക്ക് വിറ്റു. ലാഭം എത്ര? 100 രൂപ. 100 രൂപ ലാഭം. ഒറ്റയാനെ കണ്ടെത്തുക. വ്യാഴം, ആകാശം, നക്ഷത്രം, ചന്ദ്രൻ. ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. വ്യാഴം, ആകാശം, നക്ഷത്രം, ചന്ദ്രൻ. ഇതിപ്പോ വ്യാഴം എന്ന് പറഞ്ഞാൽ ഏതൊരു ദിവസമാണെന്ന് വിചാരിക്കേണ്ട, അതൊരു ഗ്രഹമാണല്ലോ. അപ്പൊ വ്യാഴവും നക്ഷത്രവും ചന്ദ്രനും എവിടെയുണ്ട്? ആകാശത്തിലുണ്ട്. അപ്പം ആകാശത്തിലുള്ള ഈ 3 ഗോളങ്ങളാണ്. അപ്പോ ഇതിന്റെ ഒറ്റ ഏതാണ്? ആകാശമാണ്. 15 വർഷം കഴിയുമ്പോൾ രാജീവിന്റെ വയസ്സ് അവന്റെ 5 വർഷം മുമ്പിലത്തെ വയസ്സിന്റെ 5 മടങ്ങാകും. എങ്കിൽ രാജീവന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഈ കണക്ക് ഒന്ന് ചെയ്തു നോക്കിയാലേ ഉത്തരം കിട്ടുള്ളൂ. നമുക്കൊന്ന് ചെയ്തു നോക്കാം. രാജീവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ്. 15 വർഷം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? രാജീവിന് 15 വയസ്സ് കൂടും. എക്സ് പ്ലസ് 15. ഇതെന്താണ്? ഇത് 5 വർഷം മുമ്പിലത്തെ 5 വർഷം മുമ്പാകുമ്പോ എക്സിൽ നിന്ന് 5 കുറക്കുക. അതിന്റെ എന്താണ്? 5 മടങ്ങാണ്. അപ്പൊ രാജീവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ്. 15 വർഷം കഴിയുമ്പോൾ, അതായത് എക്സ് പ്ലസ് 15 എന്താണ്? 5 വർഷം മുമ്പത്തെ എക്സിൽ നിന്ന് 5 കുറച്ചിട്ട് അതിന്റെ 5 മടങ്ങ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വിപുലീകരിച്ച് നോക്കാം. വിപുലീകരിക്കുമ്പോൾ എക്സ് പ്ലസ് 15 സമം എക്സ് ഗുണിക്കണം 5. ഈ 5 പുറത്തുള്ളത്. അപ്പൊ ഇതിനെ ഗുണിക്കണം ആദ്യം 5x. പിന്നെയോ ഇതിനെ ഗുണിക്കണം. ഇത് മൈനസ് ആണല്ലോ. 5 ഗുണിക്കണം 5 25. ഇനി ചെയ്യാനുള്ള കാര്യം എന്താണെന്നറിയോ? ഈ എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഈ മൈനസ് 25നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ചെയ്യാൻ പോന്നെ. അപ്പൊ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ഇതിവിടെ ഉണ്ട്, 15 ഇവിടെ ഉണ്ട്. അപ്പൊ 15 ഈ മൈനസ് 25 അങ്ങോട്ട് പോകുമ്പോ പ്ലസ് 25 ആവും. സമം 5x അവിടെ ഉണ്ട്. ഈ പ്ലസ് എക്സ് ഇങ്ങോട്ടേക്ക് വരുമ്പോ മൈനസ് എക്സ് ആവും. ഇനി 15 20 ഇവിടെ കൂട്ടിയാൽ 40 ആണ്. 5x നിന്ന് എക്സ് കുറച്ചാൽ 4x ആണ്. 40 എന്ന് പറഞ്ഞാൽ 4x. അപ്പൊ എക്സ് എന്ത് വരും? 40/4 വരും. അതെത്രയാ? 10 വയസ്സ്. ഇതാണ് രാജീവന്റെ ഇപ്പോഴത്തെ വയസ്സ്. ഓക്കെ, അടുത്ത ചോദ്യം. x/2 പ്ലസ് 8 സമം -8 ആയാൽ എക്സിന്റെ വില ഞാൻ ഇവിടെ എഴുതാൻ പോണേ. x/2 പ്ലസ് 8 സമം -10. x/2 പ്ലസ് 8 സമം -10. അപ്പൊ x/2 സമം നമുക്ക് ഈ പ്ലസ് 8 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? -10 -8 വരും. അതായത് -18. x/2 സമം -18. അപ്പൊ എക്സ് സമം എന്ത് വരും? -18. ഈ /2 ഇപ്പുറം വരുമ്പോ 2 വരും. അപ്പൊ -36. ഇതാണ് എക്സിന്റെ വില. അടുത്തത് 2.5 ഹരിക്കണം 0.0005. 2.5 ഹരിക്കണം 0.0005. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകും. എന്നാൽ എളുപ്പമാണ്. എന്താ ചെയ്യാം? ഇവിടെ കണ്ടില്ലേ 4 ദശാംശ സ്ഥാനം. ഇത് പോകണം.
നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് അതിന്റെ ദശാംശ സ്ഥാനം പൊക്കിയിട്ട് വേണം ഇതിനെ ഹരിക്കാൻ. ഈ ദശാംശ സ്ഥാനം പോക്കണം എന്ത് വേണം അറിയോ? ഇതിന് എത്ര ദശാംശ സ്ഥാനം ഉള്ളത്? 4. 10,000 കൊണ്ട് ഇതിനെ ഗുണിച്ചിട്ട് ഇതിന് ദശാംശ സ്ഥാനം പോക്കണം. ഇതിനെ 10,000 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിനെയും 10,000 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ചുരുക്കി ഇങ്ങനെയാണ് 2.5 ഗുണിക്കണം 10,000 ഹരിക്കണം ഇതിന്റെ ദശാംശ സ്ഥാനം പോക്കാൻ വേണ്ടിയിട്ടാണല്ലോ 10,000 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പൊ എന്ത് വരും? ദശാംശ സ്ഥാനം പോയാല് 5 കിട്ടും. ഇനി ഇത് നമുക്ക് 10,000 കൊണ്ട് ഗുണിക്കാം അല്ലെ. ഇതിന് ഒരു ദശാംശ സ്ഥാനം ഉണ്ട്. അപ്പൊ ഇതിലൊരു 0 ഒഴിവാക്കിയാൽ മതി. ബാക്കി എന്തുണ്ട്? 2.25 3 0. 25,000-നെ 5 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 5,000 ആണ് ഇതിന്റെ ഉത്തരം. ഇതൊന്ന് ശ്രദ്ധയോടെ ചെയ്ത് പഠിക്കണം. സംശയമുള്ളത് ചെയ്ത് ക്ലിയർ ആക്കുകയും വേണം. ഓക്കെ, അടുത്ത ചോദ്യം. പെൺകുട്ടികളുടെ ഒരു വരിയിൽ ശാന്തി ഇടത്തു നിന്ന് 11ാമതും ശാലിനി വലത്തു നിന്ന് 7ാമതും ആണ്. അവർ പരസ്പരം നിൽക്കുന്ന സ്ഥലം മാറിയാൽ ശാന്തി ഇടത്തു നിന്ന് 15ാമത് ആകും. ആ വരിയിൽ ആകെ എത്ര പെൺകുട്ടികൾ ഉണ്ട്? പെൺകുട്ടികളുടെ ഒരു വരി ഇതാണ്. പെൺകുട്ടികളുടെ വരി. അതിലെ ശാന്തി ഇടത്തു നിന്ന് എത്രാമതാ? 11ാമതാണ്. ഇത് ശാന്തി. യെസ്. ശാലിനി വലത്തു നിന്ന് 7ാമത് ആണ്. ഇവിടെ 7ാമത്. ഇത് 7. ഇത് ശാലിനി SL. ഇത് ശാന്തി SN. ശരി, എന്താ ചെയ്യാൻ? ശാന്തി ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കുകയാണ്. ഇവിടേക്ക് വന്ന് നിൽക്കുകയാണ് ശാന്തി. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇവള് ഇന്ന് എത്രയാമത്? 15ാമതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് ശാലിനെ തന്നെ പിടിക്കുക. ശാലിനി അവള് അങ്ങ് ഇങ്ങോട്ട് 7ാമതാണ്, ഇങ്ങ് അങ്ങോട്ട് 15ാമതാണ്. ഓക്കെ, അപ്പോ ഈ സ്ഥാനം ഇങ്ങ് ഇങ്ങോട്ട് 15ാമതാണ്, ഇങ്ങ് ഇങ്ങോട്ട് 7ാമതാണ്. അപ്പൊ ഇതിന് എത്ര പെൺകുട്ടികളുണ്ട് എന്നെങ്ങനെ കണ്ടുപിടിക്കും? 7ഉം 15ഉം കൂടെ കൂട്ടുക 22. എന്നിട്ട് അതിൽ നിന്ന് ഒന്ന് കുറക്കാൻ മറക്കരുത്. 21 ഉത്തരം. കുറച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോകും. അടുത്തത്, ഒരു സംഖ്യയുടെ 3/5 ഭാഗത്തിന്റെ 60% എന്നത് 36 സംഖ്യ ഏത്? ഏതോ ഒന്നിന്റെ 60% 36. അത് ഏത് സംഖ്യയുടെ 60%? 60ന്റെ 60% 36. ആ ബോധം നമുക്കുണ്ടെങ്കിൽ ഇത് ഉത്തരമായി. എന്താണ്? ഒരു സംഖ്യയുടെ 3/5 ഭാഗത്തിന്റെ എന്ന് പറയുമ്പോൾ ഒരു സംഖ്യ x, അതിന്റെ 3/5 ഭാഗമാണ് എന്ത്? ഈ 60. ഓക്കെ, അപ്പൊ x കാണാൻ എന്താ വഴി? x സമം 60 ഗുണിക്കണം 5/3. ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ തല തിരിയും. 5/3. ഇനി ഇതാ 20 ഗുണിക്കണം 5 സമം 100 ഉത്തരം. അടുത്ത ചോദ്യം. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യ ഏതൊക്കെയാ? 1, 2 ഇങ്ങനെ 10 വരെ. അപ്പൊ എന്ത് വേണം? ഇത് കൂട്ടണം. 1 മുതൽ 10 വരെ കൂട്ടണം. 1 മുതൽ 10 വരെ കൂട്ടാൻ അറിയാല്ലേ? ഇതും കൂടെ കൂട്ടുക. 1 10 കൂടെ കൂട്ടുക 11. എന്നിട്ട് ആകെ എത്ര എണ്ണൽ സംഖ്യ ഉണ്ട്? 10. അതിന്റെ പകുതി 5 കൊണ്ട് ഗുണിക്കുക 55. ശരാശരി ഗണം ഇതിനെ 10 കൊണ്ട് ഹരിക്കുക. എന്ത് വരും? 5.5. അതാണ് ചോദ്യത്തിന്റെ ഉത്തരം. അടുത്തത് 0.6 ഗുണിക്കണം 0.6 പ്ലസ് 0.6 ഹരിക്കണം 0.6. എഴുതട്ടെ. 0.6 ഗുണിക്കണം 0.6 പ്ലസ് 0.6 ഹരിക്കണം 0.6. ഇത്രയേ ഉള്ളൂ. ഇതിൽ ഇത്ര ശ്രദ്ധിക്കാനുള്ളൂ. ആദ്യം ഹരണം ചെയ്യുക, പിന്നെ ഗുണനം ചെയ്യുക, എന്നിട്ട് കൂട്ടുക. 0.6 0.6 ഹരിച്ചാൽ എത്ര വരും? 1 പ്ലസ് 0.6 ഗുണിക്കണം 0.6 എത്രയാ? 0.36. അപ്പൊ ഇത് കൂട്ടി എത്ര വരും? 1.36. അത് തെറ്റിപ്പോകരുത്. 0.37 എന്നൊന്നും പറയാൻ നിൽക്കരുത്. ഇത്
1 പ്ലസ് 0.36 ഇങ്ങനെയാണ് വരിക. അപ്പോ 1.36 നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. അടുത്തത് റൂട്ട് ഓഫ് 28,900. റൂട്ട് ഓഫ് 28,900. ഇത് സിമ്പിൾ ആണ്. ആദ്യം വെച്ചത് ഈ 2 പൂജ്യം അവിടെ നിൽക്കട്ടെ. പിന്നെ 259. അതിന്റെ റൂട്ട് എത്രയാണ്? 17 ആണ്. ഈ 2 പൂജ്യത്തിന്റെ റൂട്ട് 1 പൂജ്യമാണ്. അപ്പൊ ഉത്തരം തോന്നുന്നു 170.